വൻതോതിലുള്ള ആക്രമണങ്ങളിൽ ഉണ്ടായേക്കാവുന്ന സാഹചര്യങ്ങളെ നേരിടാൻ സർവ്വസജ്ജമായി ഇസ്രായേലി ആശുപത്രികൾ. ഭൂഗർഭ വാർഡുകൾ, മരുന്നുകളുടെയും ചികിത്സാ സംവിധാനങ്ങളുടെയും സംഭരണം തുടങ്ങിയ നടപടികളുമായി ഇസ്രായേലിലുടനീളമുള്ള ആശുപത്രികൾ അതീവ ജാഗ്രതയിലാണ്. ആരോഗ്യമന്ത്രി ഊറിയേൽ ബുസ്സോ ആശുപത്രി ഡയറക്ടർമാരായും ഹെൽത്ത് മെയിന്റനൻസ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവുകളുമായും യോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തി. സുരക്ഷിത സ്ഥാനങ്ങൾ, എമർജൻസി സപ്ലൈസ്, സൈബർ പ്രതിരോധം, മാനസികാരോഗ്യ സംരക്ഷണം എന്നിവയെക്കുറിച്ചുൾപ്പെടെയുള്ള അടിയന്തര തയ്യാറെടുപ്പിനെക്കുറിച്ച് ബുസ്സോ ചർച്ച ചെയ്തു. അതേസമയം ഹിസ്ബുള്ള ഇറാൻ ആക്രമണ ഭീഷണി തുടരുമ്പോൾ വിജയകരമായ പരീക്ഷണങ്ങളെ തുടർന്ന് ലൊക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള പൊതുമുന്നറിയിപ്പ് സന്ദേശങ്ങൾ അയക്കുന്നതിന് ഒരു പുതിയ സംവിധാനം ആരംഭിച്ചതായി IDF ഹോം ഫ്രണ്ട് കമാൻഡ് പറഞ്ഞു. സെൽ ബ്രോഡ്കാസ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പുതിയ അലർട്ട് സിസ്റ്റം. ഇത് ഒരു നിശ്ചിത പ്രദേശത്ത് ഒന്നിലധികം ഫോൺ ഉപയോക്താക്കൾക്ക് ഹ്രസ്വ സന്ദേശങ്ങൾ അയക്കുന്ന രീതിയാണ്. ഇസ്രായേലിന് നേരെയുള്ള റോക്കറ്റ് ആക്രമണം പോലുള്ള വലിയ തോതിലുള്ള അടിയന്തര സംഭവങ്ങളിൽ ഒരു സന്ദേശം സ്വീകരിക്കാൻ ഈ സംവിധാനം പ്രാപ്തമാക്കുമെന്ന് ഹോം ഫ്രണ്ട് കമാൻഡ് പറഞ്ഞു. ഒരു ആപ്പും ഇൻസ്റ്റോൾ ചെയ്യാതെ തന്നെ അലർട്ടുകൾ ഉപയോക്താവിന്റെ ഫോണിൽ പോപ്പപ്പ് ചെയ്തു വരും. ഏത് വിധേനയുള്ള ആക്രമണങ്ങളെ നേരിടാനും പ്രതിരോധിക്കാനും പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇസ്രായേൽ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്.